ഈ കാണുന്നത് നെല്ലിക്ക ഉണക്കി പഞ്ചസാര ഇട്ടതാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, 1 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ. അപ്പോൾ ഇന്നത് ഞാൻ വീട്ടിലുണ്ടാക്കി. ഇപ്പോൾ ഇതിന് പേര് അമല ക്യാൻഡി എന്നൊക്കെയാണ്. വേറൊന്നല്ല, നമ്മുടെ നെല്ലിക്ക ഉണക്കി എടുത്തിട്ട് അതിൽ പഞ്ചസാര പൊടിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക, അപ്പോൾ അത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ എല്ലാ നെല്ലിക്കയും കഴുകി, നല്ലോണം കഴുകി. കാരണം നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കണത്, അപ്പോൾ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നന്നായി ആവി കയറ്റുന്ന സമയത്ത് നമുക്ക് അവിടെ വേറൊരു പണിയുണ്ട്. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമുക്കൊരു ലായനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, ഞാനിതിന് അളവൊന്നും പറയണില്ല, നമ്മൾ എത്ര നെല്ലിക്ക എടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ പഞ്ചസാര എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ അളവൊന്നും പറയാൻ വലിയ പിടുത്തമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് കുറച്ച് പഞ്ചസാര എടുക്കുക. അപ്പം നമ്മുടെ ആവി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം ആവി വന്നിട്ടുണ്ട്. ആവി വരുന്ന സമയത്ത് വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ. അപ്പോൾ അതൊന്ന് പൊന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് ആവിയിൽ കിടന്നിട്ട് ഈ എല്ലാ നെല്ലിക്കയും നന്നായിട്ട് പുഴുങ്ങിയെടുത്ത പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ടീസ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാം വേറിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ നെല്ലിക്കയും അത്യാവശ്യം നല്ല ആവി കയറ്റണം കേട്ടോ. ഇനി നമുക്ക് ആ പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഉരുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ലേശം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കയ്യിൽ ചട്ടുകും വെച്ചിട്ട് ഇളക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാകും. അങ്ങനെ നമ്മുടെ ലായനി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ നെല്ലിക്കയൊക്കെ ഒന്ന് വേറെ ഇതളിങ്ങനെ മാറ്റിയിടണം കേട്ടോ. അങ്ങനെ ഒരു തിരക്കും പിടിക്കേണ്ട കാര്യമില്ല, അതാരും കൊണ്ടുപോവില്ല, പതുക്കെ ചെയ്താൽ മതി. ഞാൻ എന്തിനാ അത്ര ധൃതിയിൽ ഇത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉത്തരമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുരിയൊക്കെ ഒന്ന് വേറെ ആക്കിയിട്ട് എല്ലാ ഇതളുകളും വേറെ ആക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നമുക്ക് അതൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കണം. ഞാൻ കുറച്ച് നെല്ലിക്കല്ലേ എടുത്തുള്ളൂ, അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങയുടെ പകുതി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ കുരു അതിൽ പെടാണ്ട് നോക്കണം കേട്ടോ. വേറൊന്നുമല്ല, അതിന് ചെറിയൊരു കയ്പ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ആ കുരു ഇല്ലാണ്ട് തന്നെ അതിൻ്റെ നീര് മാത്രം ഒന്നിങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ലായനി ചേർത്ത് കൊടുക്കാം. ഇത്രയൊന്നല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു ലായനി. ഞാൻ അത് ഓൾറെഡി ഒഴിച്ചിട്ടുണ്ടായി. പിന്നെയാണ് വീഡിയോ എടുത്തില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചതിലേക്ക് ഒഴിച്ചു കേട്ടോ. പിന്നെ അലിയാത്ത കുറച്ച് പഞ്ചസാരയുടെ കട്ടയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കതൊരു ദിവസം മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പം ഞാനത് വെച്ചു. ഞാൻ പിന്നെ പിറ്റേ ദിവസം തന്നെ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മളത് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അതൊക്കെ അത്യാവശ്യം ആ പഞ്ചസാര ലൈനിൽ മുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. കഷ്ടകാലത്തിന് ഞാനൊരു മഴ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് ഇതുണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണും ടെറസിൻ്റെ മുകളിലൊക്കെ നല്ല വഴുക്കലുണ്ട്. അതായത് നല്ല മഴ പെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. കുറച്ച് മഴ മാറി വെയിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്തിട്ടൊന്ന് പുറത്തേക്ക് വെച്ചു. നോക്കുമ്പോൾ നല്ല മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനത് പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല മയിലിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഞാനൊരു വെള്ള തുണിയും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും മഴ പെയ്തു, ഞാനത് എടുത്തു വെച്ചു. പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ അതുപോലെ 2-3 ദിവസം ഇടവിട്ടിട്ട് മഴ ഇല്ലാത്തപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നാണ് ലാസ്റ്റ് ഡേ. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊന്നും കൂടി ഒന്ന് വെയിലത്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് അത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫസ്റ്റ് ഡേ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഉണങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് അത് കുറേശ്ശെ ചുങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇന്ന് നല്ല വെയിലാണ്, ടെറസിൻ്റെ മുകളിലത്തെ വഴുക്കലൊക്കെ മാറി. അപ്പോൾ ഞാനും അമ്പിടും കൂടിയിട്ട് അത് മുകളിലേക്ക് വെക്കാൻ വന്നു. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര മയിലിൻ്റെ ശല്യമാണ്. ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ഉഴുന്നോ അരിയോ എന്തെങ്കിലുമൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മളിതിന് ആക്ച്വലി കാവലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ
ഏകദേശം അതൊക്കെ ഞാൻ പരത്തി മാറ്റി. അപ്പോൾ നോക്കുമ്പോൾ അമ്പുടൂനാന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൊടുത്തു. പിന്നെ നല്ല ടേസ്റ്റാണല്ലോ പഞ്ചസാര ലായനിയിൽ മുങ്ങിയിട്ടുള്ളതല്ലേ. അപ്പോൾ അമ്പുട് അത് തിന്നു കേട്ടോ. പിന്നെ ശരിക്കും ഇതൊരു അര ദിവസമൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇന്നും ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് അത് തിരിച്ചെടുത്തു കേട്ടോ. ശരിക്കും ഇത് വേനൽക്കാലത്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പഞ്ചസാര ലായനിയിൽ മുക്കി വെച്ച് പിറ്റേ ദിവസത്തെ വെയിലിൽ ഒരു ഉച്ച നേരം വരെ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പൊടിക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുക്കുക, അളവൊന്നും ഞാൻ പറയണില്ല. അത് നന്നായിട്ടൊന്ന് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്തിട്ട് ദേ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഉണങ്ങി വെച്ച നെല്ലിക്കയിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. അതായത് ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതിട്ടിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. പിന്നെ നെല്ലിക്ക എന്ന് പറയണത് വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണല്ലോ. അപ്പോൾ ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് അമ്മ കഴിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ അടുത്ത് ഇനി പറഞ്ഞിരിക്കുക, ഇനി നമുക്കൊരു 2 കിലോ നെല്ലിക്കെങ്കിലും വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന്. എന്തായാലും അതിപ്പോൾ ചെയ്യണില്ല, നല്ല വെയിലുള്ള സമയത്ത് അതിന് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് വീർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല വെയിലുള്ള സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും ഇഷ്ടമാവും, വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും. പിന്നെ ആരോഗ്യത്തിന് നല്ലതുമാണ്. നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ തഴച്ച് വളരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബൈ.